ഹായ് ഹലോ, ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നവ്യയെ ആദർശും നയനയും കൂടി രക്ഷിച്ച് കനകയും കൂടി ചേർന്ന് രക്ഷിച്ച് നവ്യയെ തിരിച്ച് അനന്തപുരി തറവാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നവ്യ വന്നതിൽ ഏറ്റവും കൂടുതൽ ഷോക്കായിട്ട് നിൽക്കുന്നത് ജലജയും അഭിയുമാണ്. പിന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, അനന്തപുരിയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു ഷോക്കാണ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നവ്യ വന്നതിൽ ഭയങ്കര സന്തോഷവും, പക്ഷേ തൻ്റെ പ്ലാനെല്ലാം വർക്കൗട്ട് ആവാതെ എല്ലാം പാളിപ്പോയതിൽ ജലജയ്ക്കും അഭിക്കും ഭയങ്കര ദേഷ്യവും ഒരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ അനാമികയും പിന്നെ അനിയും കൂടി ചേർന്നിട്ട് പുറത്ത് കറങ്ങാനൊക്കെ പോകുന്ന സമയത്ത് തന്നെ അനാമിക അനിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നീ ഏതെങ്കിലും എസ് ഓർനോ പറ എന്നൊക്കെ പറയുമ്പോൾ അനി അത് പറയാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ നിന്നോട് നോ പറയുമ്പോൾ നീ സങ്കടപ്പെട്ടു പോകും. അപ്പോൾ അത് നിന്നെ എനിക്ക് സങ്കടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എസ് പറയാനും എനിക്ക് കഴിയത്തില്ല, കാരണം എനിക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ അനാമിക ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷം അനാമിക അവിടെ പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും കൊണ്ട് നിൻ്റെ വീട്ടിലോട്ട് വന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനി വേണ്ട, അല്ലെങ്കിൽ നീ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയും അനാമിക എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുവാണ്. പക്ഷെ എനിക്ക് അവിടെ പറയാം, എനിക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നീ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞോ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാം. അതല്ല എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കരുതിയിട്ടുള്ളൂ എന്ന് എനിക്ക് പറയാം. പക്ഷെ അനി ഒന്നും പറയാതെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒന്നും പറയാത്ത രീതിയിൽ രണ്ട് കാലിൽ വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്ന രീതിയിലാണ് അനിയുടെ അവിടുത്തെ ആ ഒരു സംസാരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ അതിനുശേഷം ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പോവാണ്. പക്ഷേ ഈ സമയം അവിടെ നടന്ന ആദർശും ഗുണ്ടകളുമായിട്ട് അടിയുണ്ടാക്കി കനകയും നവ്യയൊക്കെ രക്ഷിച്ച ആ ഒരു രംഗങ്ങളൊക്കെ നയന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചനയിൽ നിൽക്കുന്ന സമയത്താണ് ആദർശ് വരികയും പിന്നെ അവർ തമ്മിൽ ചെറിയ ചെറിയ കുസൃതികളും സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറുമുഖൻ സാറ് വന്നിട്ട് ആ ഒരു അവർ കൊടുത്ത ആ ഒരു പ്രതിമകളെ പറ്റി പറയുകയും പിന്നെ പ്രതിമയ്ക്ക് ഉള്ള ഒരു പ്രതിഫലത്തിൻ്റെ ബാക്കി തുക ചെക്കായിട്ട് ആദർശിനും നയനിക്കും കൈമാറുവാണ്. എന്നിട്ട് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം അവർ പോവുകയാണ്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് തന്നെ നയനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ആ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു വർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആദർശയുടെ രക്ഷിച്ച് തന്നതിന് പോലും നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കനക അവിടെ വന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഗോവിന്ദനോടും നന്ദുവിനോടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറഞ്ഞത്, അമ്മയ്ക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കാനായിട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ആദർശും നയനയും ആ ഒരു തക്ക സമയത്ത് അവിടെ എത്തുകയും ഞങ്ങളെ രക്ഷിച്ചതിലും ഒരുപാട് നന്ദിയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു ഭാഗ്യമാണ്, അവർ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് നവ്യെ രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനും നന്ദുവിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ അതിനുശേഷം എന്തായാലും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തപ്പോൾ ഗോവിന്ദനും ഭയങ്കര ടെൻഷനായിപ്പോയി. ഇങ്ങനെ ആരാ നമ്മളിങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രതിമ തട്ടിക്കൊണ്ട് പോകാനായിട്ട് കുറേ ഗുണ്ടകൾ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് തൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോയി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടും പല ഗുണ്ടകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണ് ശരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ദ്രോഹിക്കുന്നത് ആരാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കനകയും ഗോവിന്ദനും ഒക്കെയുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നന്ദുവിന് ഭയങ്കര ടെൻഷനാണ്. തൻ്റെ ചേച്ചിയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയത് ആരാണ്, അല്ലെങ്കിൽ തൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി നന്ദുവിനെ വിളിക്കുന്നത്. അപ്പോൾ നന്ദു ആദ്യം കോൾ എടുക്കാൻ തയ്യാറായില്ല, കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി നന്ദുവിന് എന്നോട് ദേഷ്യമാണ്, എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഒന്നുകൂടി വിളിക്കുന്ന സമയത്ത് നന്ദു കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമികയെ പറ്റിയാണ് പറയുന്നത്. എന്നോട് അനാമിക ഇഷ്ടമാണെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നില്ല. നീ തന്നെ എനിക്ക് ഒരു ഉത്തരം കണ്ടെത്തി തരാമോ, അല്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാനിപ്പോൾ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവളിങ്ങനെ എന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും നന്ദു നിന്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിന്റെ താല്പര്യമാണ്, അതിലവിടെ എനിക്ക് പറയേണ്ട യാതൊരു അധികാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അനിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നന്ദുവിന് എന്നോട് ദേഷ്യമുണ്ട് എന്നുള്ള കാര്യം എനിക്കും മനസ്സിലായി. അങ്ങനെ അവർക്കിടയിലുള്ള ഈ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ
അവിടെ കനകയെ നയനെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി പറയുകയും പിന്നെ അമ്മയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നവ്യേച്ചിയെ കണ്ടതിന് ശേഷം അമ്മ ആ തക്ക സമയത്ത് അവിടെ എത്തിയത് കൊണ്ടാണ് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും അവിടെ തടയാൻ സാധിച്ചതും ഞങ്ങൾക്ക് വിവരം കിട്ടി ഞങ്ങൾക്ക് അവിടെ വന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ജലജ അഭിക്ക് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നീ എപ്പോഴും നീ ഓരോ ഐഡിയകൾ കണ്ടുപിടിച്ച് നീ ഓരോ കാര്യങ്ങൾ കൊണ്ട് നവ്യെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് അവസാനം തിരിച്ചടിയായിട്ട് നിനക്ക് തന്നെ വരും. നിനക്ക് എന്താ ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ജലജ ഒരുപാട് വഴക്ക് അഭിയെ പറയുന്നുണ്ട്. എന്തായാലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവിടെ നയനയും ഒരുപാട് ലാഗ് അടുപ്പിക്കുന്നുണ്ട് കഥ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വലിച്ചു നീട്ടിയാണ് കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അനാമികയോട് ഇഷ്ടം തുറന്നു പറയാം. അതല്ല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നമുക്ക് ഫ്രണ്ടായിട്ടാണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ എനിക്ക് അനാമികയോട് തുറന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നം തീർന്നു. ഇത് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നിന്നെ വേദനിപ്പിക്കാനും പറ്റത്തില്ല. അതല്ല ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം വേണം ആലോചിക്കാൻ. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇവർ തമ്മിലുള്ള കല്യാണങ്ങളെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയി അനാമിക തന്നെ സ്വയം ഒരു തീരുമാനങ്ങളെടുത്ത് വലിയൊരു പ്രശ്നങ്ങളോട്ട് കൊണ്ട് ചാടാൻ വേണ്ടിയിട്ടാണ് അനി ഈ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന രീതിയിൽ നിൽക്കുന്നത്. എന്തായാലും എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നന്ദുവിനോടെങ്കിലും തുറന്ന് പറയും. ഇത് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയത്തുമില്ല, പക്ഷേ തനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു രീതിയിൽ വലുതായിട്ട് കഥകൾ വലിച്ചു നീട്ടിക്കൊണ്ടൊരു ബോറടിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അഥവാ ഇനി ഈ ഒരു കഥകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അനിയുടെയും അനാമികയുടെ ആ ഒരു കുറച്ചുകൂടി ആ ഒരു ലവ് ട്രാക്കൊക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അനിയുടെയും അനാമികയുടെ അല്ല അനിയുടെയും നന്ദുവിൻ്റെയും ലവ് ട്രാക്കൊക്കെ കൊണ്ടുവന്ന് ആ ഒരു അനാമികയുടെ ആ കഥകളൊക്കെ കുറച്ച് ലാഗടിപ്പിക്കാതെ പെട്ടെന്നൊക്കെ കഥകൾ ലാഗടിപ്പിക്കാതെ നമ്മളെ തന്നെ രസിപ്പിക്കുന്ന രീതിയിൽ കഥകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാകും എന്ന് എനിക്ക് തോന്നി. പ്രേക്ഷകർക്ക് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായമാണോ പ്രേക്ഷകർക്കും തോന്നുന്നത്, അതോ ഇനി വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങളാണോ തോന്നുന്നത് എന്ന് പ്രേക്ഷകർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ. അതിരിക്കും. ടാറ്റ ബൈ ബൈ.